അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ചെറിയൊരു ടൂർ പോവുകയാണ് കേട്ടോ. എന്താണ് എവിടേക്കാണ് എന്നൊക്കെ വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം എന്തായാലും. അപ്പൊ അത് എല്ലാവരും റെഡിയായി ഒരുങ്ങി സുന്ദര കുട്ടപ്പനായി. ഞാനും ഒക്കെ ഓവറായിക്കാം ഇല്ല, ഇക്കാക്ക് വെയ്യാതായതിനു ശേഷം ഫസ്റ്റ് ടൈം ആണ്ട്ടോ ഇത്രയും ഒരുങ്ങുന്നത്. പിന്നെ വേഗം ഒരു ക്ലിപ്പിടും, ഹോസ്പിറ്റലിൽ പോവും, ഇതന്നെയാണ്. അപ്പൊ ഇക്കാക്ക് ഇങ്ങനെയൊക്കെ ആയ ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്. ഇന്ന് എന്തായാലും ടൂറല്ലേ, ഒരുപാട് പേരുണ്ട്, അപ്പൊ നമ്മൾ മാത്രല്ല. അപ്പൊ ഇത്തിരി സുന്ദരിയൊക്കെ ആവാതെ വിചാരിച്ചു സുന്ദരിയായി. പിന്നെന്താ, എല്ലാരും സുന്ദരി. കുഞ്ഞുണ്ടോ ഈ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചു, അത് വൈകിട്ട് സുന്ദരനായി. അപ്പൊ നമുക്ക് പോയാലോ? വാ, നിങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഒരുങ്ങിയ വേഷം കണ്ടോളൂ. എല്ലാവരും ബെഡ് മൊത്തം തുണികളൊക്കെ വലിച്ചു പാട്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ വലിക്കണ്. ഞാനും കുഞ്ഞൊക്കെ തകർത്ത് ഒരുങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഞാനില്ല എന്നാണ് ഇക്കാനോട് പറഞ്ഞത്. വേണ്ടക്ക, ഞാനില്ല, എനിക്ക് എന്തോ വരാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇക്കാകെ വിഷമമായി. കുട്ടികൾക്ക് ഒരു ചേഞ്ച് ആവും, കുട്ടികൾക്ക് സന്തോഷമാവും. നമ്മളെന്തായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മലമ്പുഴയ്ക്കൊന്നും നമ്മൾ കൊണ്ടുപോകില്ലല്ലോ കുട്ടികളെ. നീ വായോ, വരാതിരിക്കില്ലേ, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും ചിന്തിച്ചപ്പോൾ ഇക്കാക്ക് എൻ്റെ കുട്ടികളെ എല്ലാവർക്കും ഒരു ചേഞ്ച് ആവും, നല്ല സന്തോഷമാവും. പിന്നെ ഇങ്ങനൊരു യാത്ര നമ്മൾ അടിച്ചു പൊളിച്ച് ഒറ്റയ്ക്ക് നമ്മുടെ ക്യാഷിനൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനൊരു യാത്ര നമുക്കതൊരു പ്രത്യേകത തന്നെയല്ല. എല്ലാവരും കൂടി ആകുമ്പോൾ അത് പ്രത്യേകം സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ കൂടി എല്ലാവർക്കും ഓരോരോ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും കൂടെ കുറച്ച് സമയം എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ യാത്രകളെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ആ യാത്ര സംഘടിപ്പിച്ച് അതിൽ നമ്മളെ ഉൾപ്പെടുത്തി നമ്മളെയും അതിലൊരു ചാൻസ് തന്നതിന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും നന്ദിയുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടികൾ ഞങ്ങളുടെ പഴയ ലൈഫിൽ ഒട്ട് പോയി കുറച്ചു നേരം നല്ല ഹാപ്പിയായി, നല്ല സന്തോഷിച്ചു. അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഒന്നും തന്നെ ഓർത്തില്ല. ഇക്ക ഒരു ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ആണെന്ന് ഇക്കയും ഓർത്തില്ല. ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് എന്ന കാര്യം ഞങ്ങളും ഓർത്തില്ല. എല്ലാം കൊണ്ടും ഞാനും എൻ്റെ മക്കളും എന്റെക്കും എല്ലാം മറന്ന് നല്ലപോലെ സന്തോഷിച്ചു. അപ്പൊ അതിന് നമുക്കൊരു ചാൻസ് തന്നത് അവരാണ്. നമ്മളുടെ ഇക്കാനെ ഇവിടെ പാലിയേറ്റീവ് ഇതില് ചേർത്തിട്ടുണ്ട്, പേര് ചേർത്തിട്ടുണ്ട്, നമ്മളെ ഈ പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഏകദേശം 4 മാസത്തോളമായിട്ട് ഉള്ളൂ ഞാൻ എൻ്റെ പഞ്ചായത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ പഞ്ചായത്തിൽ ആഡ് ചെയ്തു ഇക്കാനെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ യാത്ര കിട്ടിയത്. പാലിയേറ്റീവ് പേഷ്യൻസിന് അവരും പിന്നെ അവരുടെ ഫാമിലിയിലുള്ള 2 ആൾക്ക് അങ്ങനെയാണ് നമുക്ക് യാത്ര കിട്ടിയത്. പിന്നെ മലമ്പുഴയിലെ കാര്യം, ഫ്ലവർ ഷോ നടക്കുമായിരുന്നു കേട്ടോ. ജനുവരി 26 ആയിരുന്നു ലാസ്റ്റ് നമ്മൾ പോയത് എന്നാണ് നമുക്ക്. അപ്പൊ അത് കാരണം ഫ്ലവർ ഷോ കാണാൻ പറ്റി. ധാരാളം പൂക്കൾ, നല്ല രസമുണ്ട്. ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോ നടക്കുന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇന്നേ വരെ കാണാൻ പറ്റില്ല. അതുപോലെ മലമ്പുഴ നമ്മുടെ നാടാണ്, പാലക്കാടാണ്. ഫ്ലവർ ഷോ നടന്നിട്ടും ഇത്ര കാലമായിട്ടും അതൊന്നും കാണാനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഭാഗ്യം നമുക്ക് എന്തായാലും കിട്ടി. പിന്നെ കുട്ടികളെ നല്ല പോലെ എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികളെ നല്ല പോലെ എൻജോയ് ചെയ്തു. അവർക്കറിയാലോ, അവർക്ക് പാർക്കിൽ പോകണം. ഇക്ക നല്ല പോലെ ഇരിക്കുമ്പോൾ ഈ കാഴ്ചയിൽ പാർക്കിൽ കൊണ്ടുപോയിട്ടും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതിൽ നിന്നൊന്നും മാറാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും അതിൻ്റെതായ തോന്നലുകളാണ്. എന്താണ്, അപ്പോൾ അങ്ങനെ അവർ പാർക്കൊക്കെ കണ്ട് കളിച്ചിട്ടും ഓരോന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടും നല്ലൊരു, എല്ലാവരും പാടെ ആവുമ്പോൾ നമ്മളവിടെ പരിസരത്തുള്ളവരെല്ലാവരും പാടെ ആവുമ്പോൾ അതിന്റെ ഒരു സന്തോഷം അവർക്ക് കിട്ടിയേക്കണ്ട. ഒരു നല്ല സന്തോഷമാണ്. നമ്മള് ഡാമിന്റെ മുകളിലോട്ട് കയറാനായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇക്കാനോട് വയ്യ, തലവേദനിക്കുന്നു പറഞ്ഞു. പിന്നെ ഇക്കാനെ എനിക്ക് ധൈര്യമില്ല. അപ്പൊ ഇക്ക പോണം പറഞ്ഞപ്പോ ഇത്ര ദൂരം വന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇക്കാക്കും പറ്റില്ല. കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ, പൊരിഞ്ഞ വെയിലായിരുന്നു. നല്ല വെയിൽ. ഇനിയും വീഡിയോസ് ഒക്കെ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. അറിയാലോ, എന്റെ ഫോണിന്റെ കാര്യം അറിയാലോ, ഡിസ്പ്ലേ മൊത്തം പോയിട്ട് നേരാക്കിയിട്ടേ ഉള്ളൂ. ആ ഫോണിൽ ഇനിയിപ്പോ ചൂടായി മൊത്തം ഫോണ് പോയാൽ ഞാനാകെ കുടുങ്ങി പോകും. അപ്പൊ ഞാൻ അധികം എടുക്കാൻ നിന്നില്ല. നല്ല ഫോണ് ഹീറ്റ് ആവുമായിരുന്നു വെയിലിന്റെ ചൂടുകൊണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു ഡാമിൽ കയറിയില്ല. ഇക്കാക്കും പറ്റില്ല എന്ന് തോന്നി വെയിൽ. ഇനിയിപ്പോ ഇക്കാക്ക് അല്ലെങ്കിൽ തലവേദനയാണ് റേഡിയേഷൻ കഴിഞ്ഞതിന്റെ. അപ്പൊ തല ചുറ്റുള്ള എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മള് കൂടെ കൊണ്ടുപോയവർക്ക് അവർക്കും കൂടെ ഇടങ്ങേറാവും.
അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു വന്നു. അങ്ങനെ തൂക്കുപാലം പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് അല്ലാത്തവർക്ക് മലമ്പുഴ തൂക്കുപാലത്ത് കൂടെ നടന്നപ്പോൾ ബോട്ട് സർവീസ് കണ്ടപ്പോൾ ഞങ്ങള് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ചെറുപ്പത്തിലാണെന്ന് തോന്നുന്നു വന്നിട്ട് ബോട്ട് സർവീസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ആകെ ക്ഷീണിച്ച് ഓടി നടക്കുകയാണ്. കുഞ്ഞു ഞങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല, മറ്റ് ചേച്ചിമാർ അവരുടെ കൂടെയൊക്കെ ആയിരുന്നു ഓടി. കാരണം ഞങ്ങൾ അധികം എവിടേക്കും ഒന്നും പോണില്ല, വെയിലാണ് വയ്യാന്ന് പറഞ്ഞിട്ട് എവിടെയുമുള്ള. അപ്പൊ അവരുടെ കൂടെയൊക്കെ കുഞ്ഞു ഓടി നടക്കായിരുന്നു. ഇക്ക ഒറ്റയ്ക്ക് നടക്കണം, കണ്ട ബാലൻസ് പോകണം. അപ്പൊ ഞാൻ പിന്നാലെ പോയി പറയണക്ക് വേണ്ട എന്റെ കൂടെ നടക്കുന്നു പറയണം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡാണ് കേട്ടോ, ഫുഡ് വാങ്ങാൻ നിൽക്കണ്. അപ്പൊ തിരക്കായപ്പോ ഞാൻ ഇക്കാനെ വേണ്ട പറഞ്ഞിട്ട് നിർത്തി. ഫൈമോ വാങ്ങിച്ചിട്ട് വേഗം പോയി കേട്ടോ. അപ്പൊ ഇക്കാക്കുള്ളതും എനിക്കുള്ളതും ഞാൻ തന്നെ വാങ്ങിക്കാം, പിന്നെ കുഞ്ഞു അവൾക്ക് വാങ്ങാന്ന് പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റും. നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈര് അച്ചാറ് ഒക്കെ ആയിരുന്നു. പോയെത്തിയതും നമുക്ക് ചായയും കടിയും എല്ലാം ഉണ്ടായിരുന്നു. ഫുഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്, കുട്ടികൾക്ക് ഇക്കാക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇക്കാക്കുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു, അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുവന്ന് വെച്ച് കുഞ്ഞുണ്ടോ, കുഞ്ഞിനൊക്കെ വിശന്നു കേട്ടോ, നല്ലപോലെ വിശന്നു. രാവിലെ പോണ്ട തിരക്കിൽ അവള് ഒരുക്കം മാത്രമായിരുന്നു, ലിപ്സ്റ്റിക് ഇടുക എന്തൊക്കെ എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പൊ അവളെ ഉപയോഗിക്കണം, ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല. ഇക്കാക്ക് ഇങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ നമ്മൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. വേഗം ഒരു ക്ലിപ്പിടും, ഹോസ്പിറ്റലിൽ പോകും, ഇതൊക്കെ തന്നെയുള്ളൂ. ഇന്നാണ് മെല്ലെ ഒന്ന് ഒരുങ്ങി പറയാൻ ഇന്നേ ഉള്ളൂ കേട്ടോ, കാര്യമായിട്ടൊന്നും ഉപയോഗിക്കില്ല. എന്നാൽ ഇന്നാണ് നല്ലപോലെ ഒന്ന് ഒരുങ്ങിയത്. അപ്പൊ കുഞ്ഞാണ് കേട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നത് ഗ്യാപ്പില്. അപ്പൊ ഇന്ന് അവൾക്ക് ഒരുങ്ങേണ്ട ടൈം കാരണം അവള് രാവിലെ ഫുഡ് പോലും കഴിക്കാൻ മറന്നു. ഇവിടെ വന്ന് പിന്നെ ചായയും ഉഴുന്നുവട ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, കുട്ടികൾക്ക് കാര്യമായി വിശന്നില്ല. ഫൈക്കൂടെ കണ്ട മാറിപ്പോയിരിക്കണ ചിക്കൻ എടുക്കും പറഞ്ഞിട്ട്. ഇപ്പൊ അവന്റെ ചിക്കൻ എടുക്കും പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ ബാക്കിൽ പോയിരിക്കണം. പിന്നെ അവിടുത്തെ നമ്മുടെ മുത്തി അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു, അവർക്ക് ചിരി വരും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോ. പിന്നെ ഫൈക്കൂട്ടന് ഇങ്ങനെ ടൂറ് പോവാണെന്ന് പറഞ്ഞപ്പോ ഇമ്മ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടാൾക്കും. അപ്പൊ അവര് രണ്ടാളും ആ പൈസക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഹാപ്പി ആയി. കുഞ്ഞുന് തൊപ്പി മതി എന്ന് പറഞ്ഞു. ഫൈക്കൂട്ടൻ പിന്നെ കണ്ണാടിന്റെ ആളാണ്, കണ്ണാടി വാങ്ങിച്ച്. പിന്നെ എന്താ ഒരു കുരങ്ങനെ കണ്ടപ്പോ ഫൈമന് അത് കാണണം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. കുരങ്ങന്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു പേടി, ചാട് എന്തെങ്കിലും ചെയ്താലേ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ മതി പറഞ്ഞു. പിന്നെ ഒരുപാട് ഇതിലൊക്കെ കയറി അവര് കളിച്ചു, പാർക്കിൽ പോയി, കുട്ടികളുടെ പാർക്കിൽ പോയി നല്ലപോലെ കളിച്ചു. കുറെ ആയാലും അവരൊരു പാർക്കൊക്കെ കണ്ടിട്ട് കുറെ ആയാലും. അപ്പൊ അതിന്റെ ക്ഷീണം അവര് നല്ലപോലെ തീർത്തോട്ടെ. എനിക്ക് അതിലെ സന്തോഷമായത്. ഞാൻ എന്നിട്ട് ഇക്കാനോട് പറഞ്ഞു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, ഇക്ക ഇങ്ങനെ ഓരോ തണലിൽ ചേർന്നിട്ട് നിൽക്കും, എന്നിട്ട് അവരെ ഇങ്ങനെ കളിക്കാൻ വിടും. പേടിയായിട്ട് ഇക്കാക്കൊക്കെ കുട്ടികളെ മിസ്സാവും എന്നൊക്കെ പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ അല്ലേ, അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു. ഫൈക്കൂട്ടൻ കണ്ട, ഫൈക്കൂട്ടൻ നല്ല മുതലാക്കി. ഫൈക്കൂട്ടന് ഒരു പേടിയില്ല, എല്ലാത്തിലും കയറുക, കളിക്കുക. കുഞ്ഞുനായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് ബസ്സിൽ കയറി രണ്ടാളും കൂടെ കണ്ണാടി ഇട്ടിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഫൈക്കൂട്ടന്. അങ്ങനെ ബസ്സിൽ എല്ലാവരും കയറി, പോണ ഉഷാർ ആർക്കും ഇല്ല, വെയിലൊക്കെ കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്, പോണ ഉഷാർ ആർക്കും ഇല്ല. പക്ഷെ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ മാത്തൂര് നാട് വന്ന് എത്തിയിട്ടുണ്ട്. ഇതാ ഫുഡ് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കാതെ യാത്ര കിട്ടിയതിൽ നല്ല സന്തോഷമായി, നല്ല ഹാപ്പിയായി. നമ്മളിവിടുത്തെ ഇതില് ആഡ് ചെയ്ത് നമ്മളെ ക്ഷണിച്ച് നമ്മൾ പോവാൻ പറ്റി, നല്ല സന്തോഷമായി. എനിക്കും എന്റെ കുടുംബത്തിനും നല്ല സന്തോഷമായി. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് ആരും മുന്നോട്ട് പോവല്ലേ, ഒന്ന് സബ് ചെയ്യണം, വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കാണണം, ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ ടാറ്റാ ബൈ.